തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. കോടതി തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും ഇതിനോടകം നീതി ലഭിച്ചു കഴിഞ്ഞുവെന്നും മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി 24-നോട് പറഞ്ഞു. ക്രൈമിൻ്റെ ഗ്രേവിറ്റി മനസ്സിലായി കോടതി ഇങ്ങനെ റിമാൻഡ് ചെയ്തതിൽ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കോടതി എന്ത് തീരുമാനം എടുത്താലും അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയായിരിക്കും. ഇത്തരത്തിലൊരു തീരുമാനം വന്നപ്പോഴും എനിക്ക് ആ ഒരു ഇത് തന്നെയാണ്. എന്താണോ ന്യായം, എന്താണോ നീതി, അത് നടക്കട്ടെ എന്നുള്ളതാണ്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. പ്രതീഷ്, ഈ അഭിഭാഷകനെ ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് കോടതി വിധി പറയുന്നത്. ഇതിൽ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിന്റെ ഒരു സ്വഭാവം? ഇപ്പോൾ നാളെ അതിൽ വിധി പറയുകയാണല്ലോ കോടതി. വിജയകുമാർ, അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് ജാമ്യം ലഭിക്കാൻ പരമാവധി ശ്രമം പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് പ്രകോപനപരമായി യുവ അഭിഭാഷക ബെയിലിൻ ദാസിനെതിരെ പെരുമാറിയെന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. യുവ അഭിഭാഷക ബെയിലിൻ ദാസിനെ മർദ്ദിച്ചു, ഈ മുഖത്ത് പരിക്കേറ്റു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് കണ്ണിന് മുകളിൽ പുരികത്ത് ബെയിലിൻ ദാസിന് പരിക്കുണ്ട്, കാഴ്ച പരിമിതിയുണ്ട് എന്നതടക്കമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 11 ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിക്കാതിരുന്നത്. ഈ മാസം 27 വരെയാണ് റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുന്നുണ്ട്. അതിലും കോടതിയുടെ നിലപാട് ഏറെ നിർണായകമായിരിക്കും. ഈ വിധി വന്നതിന് പിന്നാലെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ബെയിലിൻ ദാസിനെ എത്തിച്ചു. അവിടെ നിന്ന് അല്പസമയം മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ബെയിലിൻ ദാസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയെ ധരിപ്പിച്ച കാര്യം, വളരെ ഗൗരവമുള്ള കുറ്റമാണ് ബെയിലിൻ ദാസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. മാത്രമല്ല, പല ആരോപണങ്ങളും യുവ അഭിഭാഷക ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതായത് നേരത്തെയും സമാനമായ മർദ്ദനം ഈ ബെയിലിൻ ദാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ജാമ്യം അനുവദിക്കാതെ ഈ മാസം 27 വരെ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ വിധിയെ ശ്യാമിലി സ്വാഗതം ചെയ്യുന്നത്. കാരണം പോലീസും ഒപ്പം സമൂഹവും തന്നോടൊപ്പം നിന്നുവെന്ന് ശ്യാമിലി പറയുന്നുണ്ട്. എന്തായാലും നാളെ ഈ കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വീണ്ടും വരുന്നുണ്ട്. നേരത്തെ 3 വകുപ്പുകളായിരുന്നു ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഒരു വകുപ്പ് കൂടി പോലീസ് ചേർത്തിരുന്നു. അതാ ഈ ശ്യാമിലിക്ക് ഈ മർദ്ദനത്തിൽ പരിക്കുണ്ട്, മുഖത്ത് പൊട്ടലുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് കോടതിയെ ധരിപ്പിച്ചു. ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നുള്ള ഒരു വകുപ്പ്, അതാണ് ജാമ്യമില്ലാ വകുപ്പായി ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിരുന്നത്. അതാണ് ഈ കേസിൽ നിർണായകമായതും. എന്തായാലും നിലവിൽ ജാമ്യം നിഷേധിച്ച ബെയിലിൻ ദാസിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് അഭിഭാഷകനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷയിൽ നാളെയാണ് കോടതി വിധി പറയുന്നത്. ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.